അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത റീൽ വന്നാണ്, അത് കാസ്റ്റിങ്ങിൻ്റെ റീലാണ്. ഉണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന റീലാണ്. ഇതുവരെ സർവീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും കാണാനുണ്ട്. ഉണ്ടല്ലോ, കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങും, പക്ഷേ ചെറിയ പിടുത്തമൊക്കെ ഉണ്ട്. ലൈൻ ഗീഡറൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട്, സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടല്ലോ, കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൻ്റെ റീൽ. അപ്പോൾ നമുക്ക് ഇന്ന് അഴിച്ച് നോക്കാം. നമ്മൾ റീൽ അഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഇത് വാഷിൻ്റെ എണ്ണം നോക്കി. 2, 3, 2 വാഷുണ്ട്, 5 വാഷ് നമുക്ക്. വലിയ വാഷ് 3, ചെറിയ 2 വാഷ്, മൊത്തം 5. നാല് വാഷ്, 6 വാഷ് മൊത്തം. അതായത് കാസ്റ്റിങ്ങിൻ്റെ റീല് ഉള്ളിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന മെഷീൻ്റെയൊക്കെ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ചില പാർട്സ് ഭാഗത്ത് ചിലതൊക്കെ ഭൂരിഭാഗം ഒരുപോലെയാണ്, ചിലതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കൊള്ളാം, എന്തായാലും കുറച്ച് പണിയുണ്ട്. നമുക്ക് ഡ്രാഗൻ്റെ ഇതിനകത്തൊക്കെ വെല്ലിക്കറിനകത്തൊക്കെ ഓയിലാണ്. പക്ഷേ അവിടെയൊക്കെ ഗ്രീസ് എടുക്കുന്നുണ്ട്, പക്ഷേ നല്ല ചെളിയുണ്ട്, മണ്ണും ചെളിയൊക്കെ അത്യാവശ്യം കണ്ട് കയറിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ റീല് ഏകദേശം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ജസ്റ്റ് ആദ്യത്തെ ക്ലീനിങ് ആണ്, എനിക്ക് ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് കുറച്ച് പോവാത്ത ഡസ്റ്റൊക്കെ ഇരിക്കണം. ഇതൊക്കെ കൂടി ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ കയറ്റി പിടിക്കാൻ തന്നെ. ഹലോ, കാസ്റ്റിങ് നല്ല ചെളി ഉണ്ടായെന്ന് അറിയില്ല, നമ്മളിപ്പോൾ ഈ അവസ്ഥയിലാക്കിയത്. കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ പക്കായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ എണ്ണം ഓക്കെ. നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനം ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ റീല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നിപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ഗേഡർ ഒരു സൈഡിൽ പോയി സ്റ്റക്കായിട്ട് കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഓടുകയുള്ളായിരുന്നു. അതൊക്കെ മാറി. അതുകൊണ്ട് ലൈൻ 1 സൈഡ് സ്കൂളാകുന്നുണ്ടായിരുന്നു, അതൊക്കെ മാറി കറക്റ്റായി.